ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തെ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 17-ാം അധ്യായം ഏലിയ പ്രവാചകനെ യഹോവയായ ദൈവം ആഹാബ് രാജാവിൻ്റെ അടുത്ത് അയക്കുന്നതും അതിനുശേഷം 3.5 വർഷത്തോളം അവിടെ വലിയ വരൾച്ച ഉണ്ടാകുമെന്ന് രാജാവിനെ അറിയിക്കുകയും രാജാവ് വധിക്കും എന്നുള്ള കാരണത്താൽ യഹോവ പറഞ്ഞിട്ട് ഏലിയാവ് കെദ്രോൻ തോട്ടിന് സമീപം പോയി അവിടെ വസിക്കുകയും കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുക്കുകയും ആ വെള്ളം കുടിച്ച ഏലിയാവ് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഏകദേശം 3.5 വർഷം കഴിഞ്ഞു. വലിയ വരൾച്ചയുണ്ടായി, രാജ്യത്ത് വലിയ ക്ഷാമമുണ്ടായി. അപ്പോൾ ആ സമയത്ത് യഹോവയായ ദൈവം 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവോട് പറയുന്നു, നീ ചെന്ന് ആഹാബ് രാജാവിനെ ചെന്ന് കാണുക. ഏലിയാവ് അതിനു വേണ്ടി പുറപ്പെടുകയാണ്. ഈ സമയത്താണ് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ദൈവഭക്തനും അല്ലെങ്കിൽ അവിടുത്തെ ഗ്രഹവിചാരകനുമായിരുന്ന ഒബേദ്യാവ് എന്ന മനുഷ്യനെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഒബേദ്യാവ് ഒരു നല്ല മതഭക്തനാണ്, എന്നാൽ സുഖകരമായ ജീവിതം അന്വേഷിക്കുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ടാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം അപ്രകാരം അവിടെ വസിക്കുന്നത്. ആധുനിക ക്രൈസ്തവ വിശ്വാസികളുടെയും ക്രൈസ്തവ നേതാക്കന്മാരുടെയും ഒരു പ്രതീകം ഈ ഒബേദ്യാവിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തോട് വിശ്വാസവും ഭക്തിയുമൊക്കെ ഉണ്ട്, എന്നാൽ ലോകത്തിൻ്റെ സുഖം അനുഭവിക്കുകയും വേണം. ആരാധനകളും കർമ്മങ്ങളൊക്കെ നടത്തും, അതോടൊപ്പം ലോകപരമായ സുഖങ്ങളും അന്വേഷിക്കുന്നു. ഇതുതന്നെയാണ് ഒബേദ്യാവിൽ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലും ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യേശു മശിഹായാണെന്ന മനുഷ്യനെ മനസ്സിലാക്കിയിരുന്നു. രഹസ്യമായി യേശുവിനെ അനുഗമിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പരസ്യമായി വന്നില്ല, കാരണം ജനങ്ങളുടെ മാനം അദ്ദേഹം വളരെയേറെ പ്രതീക്ഷിച്ചു. യേശുവിനെ പരസ്യമായി അനുഗമിച്ചാൽ തൻ്റെ സ്ഥാനത്തിനും മാനത്തിനുമൊക്കെ കോട്ടം സംഭവിക്കാം. ഇന്ന് നമ്മളൊക്കെ എങ്ങനെയല്ലേ വിശ്വാസികളായിരിക്കുന്നതെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രഹസ്യമായി യേശുവിനെ അന്വേഷിക്കുന്നെങ്കിലും പരസ്യമായി മറ്റുള്ളവരുടെ മുൻപാകെ യേശുവിനെ ഏറ്റുപറയാൻ നമ്മൾ മടിക്കുന്നവരല്ലേ. എന്നാൽ യേശുവിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവസാനം യേശുവിന് ഒരു മാന്യമായ ശവസംസ്കാരം കൊടുക്കാൻ അരിമത്ഥ്യക്കാരൻ ജോസഫിന് സാധിക്കുന്നുണ്ട്, നിക്കോദീമോസിനോട് ചേർന്ന്. ഇതുപോലെ ഒബേദ്യാവും ഇവിടെ അങ്ങനെ ഏലിയാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ രാജാവ് പറഞ്ഞു, രാജ്യത്ത് ഇങ്ങനെ 3.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയേറെ കഷ്ടതകൾ വർദ്ധിച്ചു, ദാരിദ്ര്യം വർദ്ധിച്ചു, ആളുകളും മൃഗങ്ങളൊക്കെ മരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ ഒബേദ്യാവിന് പറഞ്ഞു, നീ പോയി അന്വേഷിക്കുക, ഏലിയാവ് എവിടെയാണെന്ന് പോയി കണ്ടെത്ത്. എവിടെയെങ്കിലും പച്ചപ്പുല്ലുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് മൃഗങ്ങളെയെങ്കിലും അതിനെ അവിടെ ഭക്ഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ രാജാവ് ഒബേദ്യാവും 2 വഴിയിൽ പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ഒബേദ്യാവ് ഏലിയാവിനെ കണ്ടെത്തുന്നത്. ഏലിയാവിനെ കണ്ടെത്തിയപ്പോൾ ഒബേദ്യാവ് പറഞ്ഞു, അവൻ ദൈവപുരുഷനാണെന്നറിയാം, പക്ഷേ രാജാവിൻ്റെ രീതി അനുസരിച്ച് നിന്നെ കണ്ടാൽ കൊന്നുകളയും. പക്ഷെ നിന്നെ കണ്ടില്ല എന്നെനിക്കിതിന് പറയാനും സാധിക്കുകയില്ല. അങ്ങനെ വന്നാലും ഞാൻ വധിക്കപ്പെടും. എന്നാൽ ഏലിയാവിനെ കൊലയ്ക്ക് കൊടുക്കാനും ആ മനുഷ്യന് മനസ്സില്ല. അപ്പോൾ ഏലിയാവ് ധൈര്യത്തോടെ പറയും, നീ ഇന്ന് രാജാവിനോട് പറ, ഞാനിവിടെ ഉണ്ടെന്ന് പറ. അങ്ങനെ ഒബേദ്യാവ് ചെന്ന് ഏലിയാവിനോട് ആഹാബ് രാജാവിനോട് അവിടെ വിവരം അറിയിക്കും. ആഹാബ് രാജാവ് ഏലിയാവിനെ കാണാൻ വരികയും ചെയ്യുന്നു. അദ്ദേഹം ആദ്യം ഏലിയാവിനോട് ചോദിക്കുന്നത്, ഈ നാട്ടിൽ ക്ഷാമം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ച മനുഷ്യനല്ലേ നീ? അപ്പോൾ ഈ ഏലിയാവ് ധൈര്യത്തോടെ പറയുന്നു, ഞാനല്ലേ, നീയാണ് കാരണക്കാരൻ. യഹോവയെ ആരാധിച്ചിരുന്ന ജനത്തെ ബിംബാരാധനയിലേക്ക് നയിക്കത്തക്കവണ്ണം നീയാണ് പ്രതിഷ്ഠകൾ ഉണ്ടാക്കുകയും അപ്രകാരമുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനല്ല ഇതിന് കാരണക്കാരൻ, നിൻ്റെ പാപമാണ്. ഈ ജനത്തിന്
ഈ ഒരു വരൾച്ച ഉണ്ടാകാൻ കാരണമായി തീർന്നതെന്ന് ധൈര്യമായി ഏലിയാവ് ഇവിടെ ആഹാബ് രാജാവിനോട് പറയുന്നതായി നമ്മൾ കാണുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, നമുക്ക് ഒരു പരീക്ഷണം നടത്താം. ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം? ബാലിൻ്റെ പ്രവാചകന്മാരായിട്ട് 450 പേരെന്ന് ആഹാബ് രാജാവിൻ്റെ കീഴിലുണ്ട്. ഇവിടെ ഏലിയാവ് ഒരു വെല്ലുവിളി നടത്തുകയാണ്. നീ ആ 450 പേരെയും കൊണ്ടുപോവാ, ഞാൻ യഹോവയുടെ പക്ഷത്ത് ഞാൻ മാത്രം മതി, നമുക്കൊരു യാഗം അർപ്പിക്കാം. എന്നിട്ട് ആരുടെ യാഗത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിക്കുന്നുവോ അത് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വേറെ അഗ്നി ആരും കൊണ്ടുവരാൻ പാടില്ല. അതൊരു നല്ല ഒരു ആലോചനയായിട്ട് ആഹാബ് രാജാവിന് തോന്നുകയും അദ്ദേഹം ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഏലിയാവ് ഇപ്രകാരം പറയുന്നു. അവരും അത് സമ്മതിച്ചു. നമുക്കത് നോക്കാം, ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ എല്ലാവരും ആരാധിക്കാനും അനുഗമിക്കാനുമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം. അപ്രകാരം ആദ്യത്തെ ചാൻസ് ഏലിയാവ് ബാലിൻ്റെ പുരോഹിതന്മാർക്ക് നൽകുന്നു. അവർ ബലിപീഠം പണിതു. എന്നിട്ട് പ്രഭാതം മുതൽ ഉച്ചവരെ അവർ അവിടെ അവരുടേതായ പ്രാർത്ഥനകളൊക്കെ നടത്തി. ബാലേ ഉണരുക, ബാലേ ഉണരുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് അവിടെ ഒച്ചപ്പാടുണ്ടാക്കുകയും നൃത്തം ചെയ്യുകയും അവരുടേതായ എല്ലാ രീതിയിലും അവർ പരീക്ഷിച്ചു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ 30-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏലിയാവ് ആ കർമ്മീൽ പർവ്വതത്തിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം ഒരു ബലിപീഠം പണിയുകയാണ് യാഗമർപ്പിക്കാൻ. അദ്ദേഹം പണിത ബലിപീഠം 12 കല്ലുകൾ കൊണ്ടാണ് പണിതത്. ഇസ്രായേലിലെ 12 ഗോത്രപിതാക്കന്മാരെ അനുസ്മരിച്ച് അവരെ പ്രതി ഓരോ കല്ലും ഓരോ പിതാക്കന്മാരെ അല്ലെങ്കിൽ വാക്തന പിതാക്കന്മാരെ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ഗോത്രം 2ആയിട്ട് ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് 10ഉം മറുവശത്ത് 2ഉം, യഹൂദ്യായും ബെന്യാമീനും ഒരു വശത്തും ബാക്കി 10 ഗോത്രങ്ങൾ മറ്റു വശത്തുമാണ്. ആയിക്കൊള്ളട്ടെ, പക്ഷെ 12 ഗോത്രപിതാക്കന്മാരെ അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ട് 12 കല്ലുകൾ വെച്ച് അവിടെ ബലിപീഠം പണിതു. എന്നിട്ട് യാഗവസ്തുക്കൾ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു 12 തൊട്ടി വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഈ ഓരോ ഗോത്രപിതാക്കന്മാരെയും പുറത്ത് വെള്ളം ഒഴിപ്പിച്ചു. എന്തിനാണെന്നറിയുമോ? ആരും അറിയാതെ വേറെ അഗ്നി ഇതിൻ്റെ ചൂടിൽ കൊണ്ട് വെച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. വെള്ളമുള്ളിടത്ത് സാധാരണ തീയിറങ്ങി കത്തുകയില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ വെള്ളം ഒഴിക്കാനൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഏലിയാവിടെ 12 തൊട്ടി വെള്ളവും അവിടെ ഒഴിച്ചു. എന്നിട്ട് ചാലുപോലെ ഈ ബലിപീഠത്തിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഏലിയാവ് സ്വർഗത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നോട് ഉത്തരം അരുളണമേ. 3 പ്രാവശ്യം ഏലിയാവ് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഉത്തരം അരുളണമേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലി അവിടെ ദഹിപ്പിക്കപ്പെടുകയും ആ ചാലിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഏലിയാവിൻ്റെ ദൈവം യഥാർത്ഥ ദൈവമെന്ന് അവിടെ തെളിയിക്കപ്പെട്ടു. മറ്റവരെ ഇങ്ങനെ യാഗം അർപ്പിക്കുമ്പോൾ അവർ ബാലയെ ഉണരുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത ഏലിയാവ് അവരെ പരിഹസിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഉറങ്ങുകയായിരിക്കും, ഉച്ചത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ ദിനചര്യകൾ നടത്തുകയായിരിക്കും, നിങ്ങൾ ഉച്ചത്തിൽ വിളിക്കുക, കേൾക്കും. ഒന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷേ ഏലിയാവ് 3 പ്രാവശ്യം കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി അത് ആ ബലി അവിടെ ദഹിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഏലിയാവിൻ്റെ ദൈവം യഥാർത്ഥ ദൈവമെന്ന് അവിടെ തെളിയിക്കപ്പെടുകയും ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെ അവിടെ നിന്ന് വധിച്ചു കളയുകയും ചെയ്യുന്നതായ സാഹചര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതിനുശേഷം ഏലിയാവ് എന്ത് ചെയ്തു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞ് രാജാവ് പോയിട്ട് ഭക്ഷണം കഴിച്ചു കൊള്ളുക. കാരണം രാവിലെ മുതൽ രാജാവും ഈ രണ്ടും കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. എന്ന് രാജാവിനെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വായിക്കുന്നു, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ കൈകളും തൻ്റെ കാലുകളൊക്കെ മടക്കി തൻ്റെ തല തൻ്റെ മുട്ടിനടിയിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, നീ സമുദ്രത്തിലേക്ക് നോക്കുക, മേഘം ഉയരുന്നുണ്ടോ? കുറേ നേരം പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ വായിക്കുന്ന 7 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. 7-ാം പ്രാവശ്യമാണ് ഒരു കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം കാണുന്നുവെന്ന് പറഞ്ഞു. പിന്നീട് ഏലിയാവ് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അത്
ആകാശം മുഴുവൻ മൂടത്തക്കവണ്ണമുള്ള കാർമേഘമായി വലിയ മഴ പെയ്യുകയും 3.5 വർഷത്തിന് ശേഷം അവിടെ വലിയ മഴ പെയ്യുന്നതായി നമ്മൾ കാണുകയാണ്. 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ച് മടങ്ങിയവനല്ലേ ഏലിയാവ്. 7 എന്നുള്ളത് നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ സംഖ്യയാണ്. ആ മഴ പെയ്യുന്നിടം വരെയും മേഘം വീഴുന്നത് വരെയും ഏലിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം രാജാവിൻ്റെ പിന്നാലെ ചെല്ലുന്നതും ഒക്കെയായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ സംഭവം യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം നമ്മൾ യാക്കോബ് ശ്ലീഹ പറയുന്നു: ഏലിയ നമ്മെപ്പോലെയുള്ള മനുഷ്യനായിരുന്നു, സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. 3.5 വർഷം മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഭൂമി ഫലങ്ങൾ അപ്പോൾ ഇത് പുറപ്പെടുവിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തോടു കൂടിയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളതാണ്. 1-2 പ്രാവശ്യമല്ല, ആ ഫലമുണ്ടാകുന്നവരെയും നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അത്ഭുതങ്ങളെ ദൈവം നമ്മിലൂടെ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏലിയാവിൻ്റെ ദൈവം യഥാർത്ഥ ദൈവമെന്ന് അറിയത്തക്കവണ്ണം ഭയം കൂടാതെ ഏലിയാവ് ഇവിടെ പ്രവർത്തിക്കുന്നതും അങ്ങനെ ആളുകളൊക്കെയും ആ ദേശം മുഴുവനും വീണ്ടും മഴ പെയ്ത് അനുഗ്രഹീതമായി തീരുവാനും കാരണമായി തീർന്നു. നമ്മൾ ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായി ഭവിക്കണം. മനുഷ്യൻ്റെ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും അവരൊക്കെ പാപം ചെയ്യാനും ദൈവം അകന്നു പോകാനും അത് ശിക്ഷ അനുഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഒബേദ്യാവിനെ പോലെ ആവാതെ ഏലിയാവിനെ പോലെ ഒരു നല്ല പ്രവാചകനായി തീരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അതിനുള്ള ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.